ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം വിചിന്തനം ചെയ്യുന്നത് കർത്താവിൻ്റെ വചനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എന്തിന് നശിക്കണം? നീ നശിക്കേണ്ട ആവശ്യമില്ല. നീ എന്തിന് നശിക്കണം? ഇത് ദൈവത്തിൻ്റെ വചനം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നശിക്കാതെ രക്ഷപ്പെടാൻ നാം എന്ത് ചെയ്യണം എന്നുള്ളതും കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ നിരാശയിൽ ഏറ്റുപറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ ജീവിച്ചിട്ട് പോലും കാര്യമില്ല, എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. എൻ്റെ കാരണമായിട്ട് രണ്ട് കാര്യങ്ങൾ പുള്ളി പറഞ്ഞു. ഒന്ന്, എൻ്റെ പാപം. രണ്ട്, എൻ്റെ കടബാധ്യത. ഇതുമൂലം ഞാൻ രക്ഷപ്പെടത്തില്ല, ഞാൻ നശിക്കത്തേ ഉള്ളൂ, എനിക്ക് രക്ഷപ്പെടാൻ സാധ്യതയില്ല. അതാണ് അവൻ പറഞ്ഞത്. ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യം, ഒന്ന് നീ ശരിയാക്കുന്നെങ്കിൽ രണ്ടാമത്തേത് ദൈവത്തിന് ശരിയാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നിന്റെ പാപം വെടിയാൻ നീ തയ്യാറാകുന്നെങ്കിൽ നിന്റെ കടബാധ്യത മാറ്റിത്തരാൻ ദൈവത്തിന് പറ്റും. പ്രഭാഷകൻ 11:21 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു ദരിദ്രനെ സമ്പന്നാക്കാൻ ദൈവത്തിനൊരു നിമിഷം മതി, ഒരു രോഗിയെ സുഖപ്പെടുത്താൻ ദൈവത്തിനൊരു നിമിഷം മതി. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചതായിട്ട് കർത്താവിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ നിന്റെ പാപം വെടിയാൻ തയ്യാറാവുക. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന് വളരെ എളുപ്പത്തിൽ നിനക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റും. നിന്റെ കടബാധ്യത മാറ്റി. അങ്ങനെ നീ നശിക്കേണ്ട കാര്യമില്ല, നിനക്കിനിയും രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള ആ ഒരു സന്ദേശമാണ് അവന് കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ഇത് വചനം നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമാണ്. നമുക്ക് അതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നമ്മളൊക്കെ ദൈവമക്കളാണ്. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഏറ്റെടുത്ത് അത് നിറവേറ്റി ജീവിക്കേണ്ട വ്യക്തികളാണ്. അങ്ങനെയുള്ളവർ ഒരു കാര്യം തിരിച്ചറിയണം, പ്രത്യാശയില്ലേ നീ തീർന്നു. നമുക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടാൽ നമ്മൾ തീർന്നു. നമുക്ക് അനുദപിക്കാൻ സാധിച്ചാൽ വീണ്ടും രക്ഷ പ്രാപിക്കും. അതിനുള്ള പ്രത്യാശ ഇല്ലാത്തവർ തീർന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. സങ്കീർത്തനം 43 5-ാമത്തെ വചനം എടുത്താൽ, സങ്കീർത്തനം 43:5 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ആത്മാവേ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവീർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക. അതെ, ഇവിടെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചാൽ ആ അവസ്ഥയിൽ നിന്നും ശോഭനമായൊരു ഭാവിയിലേക്ക് ദൈവത്തിന് നമ്മളെ കൊണ്ടുവരാൻ പറ്റും, നമ്മളെ നയിക്കാൻ പറ്റും. അതാണ് സങ്കീർത്തകൻ ഏറ്റു പറയുക, നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിനു നെടുവീർപ്പെടുന്നു? പകരം നീ ദൈവത്തിൽ ആശ്രയിക്കുക. പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, ഈ ഒരുപാട് പരാതി, പരിഭവം, നിരാശ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് കറങ്ങി നടക്കുന്ന വ്യക്തികൾ ഒന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ ഈ പ്രശ്നമെല്ലാം തീർന്നേനെ. പക്ഷെ അതിന് മനസ്സ് കാണിക്കാതെ ഒരു മാനുഷികമായ രീതിയിൽ ജീവിതത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, അവിടെയാണ് മാറ്റം വരേണ്ടത്. റോമാലേഖനം 5:4-5 വചനങ്ങൾ വായിക്കുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? കഷ്ടത നമുക്ക് സഹനശീലം തരും. കഷ്ടത നമ്മളെ ഉടനടി നിരാശയിലേക്ക് നയിക്കുകയല്ല ചെയ്യേണ്ടത്. കഷ്ടത സഹനശീലം തരും, അതെടുക്കണം. അതിനുള്ള ഒരു ട്രെയിനിങ് നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഓരോ കഷ്ടതയും നമ്മളെ ആത്മീയമായിട്ട് കരുത്തുള്ളവരാക്കി മാറ്റും. സഹനശീലം ആത്മധൈര്യം തരും. എനിക്കറിയാം, ചിലർ പറയണേ, ഇതിനു മുമ്പും ഇതുപോലത്തെ അവസ്ഥകളിലൂടെ ഞാൻ കടന്നുപോയി, ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം ഇടപെട്ടു, പ്രശ്നം പരിഹരിക്കപ്പെട്ടു, അതുപോലെ തന്നെ ഇപ്രാവശ്യം കർത്താവ് പ്രവർത്തിക്കും. അങ്ങനെ പ്രത്യാശയിൽ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുന്നവർ, അതാണ് നമുക്ക് വേണ്ടത്. ആത്മധൈര്യം നമുക്ക് പ്രത്യാശ തരും. പ്രത്യാശ നമ്മെ നിരാശരാക്കില്ല. ഈ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകാൻ സമ്മതിക്കുന്ന വ്യക്തികൾക്ക് അവിടെ എത്താൻ പറ്റും. ഒരു കാരണവശാലും ഒരു വിധത്തിലും നിരാശയിലേക്ക് വഴുതി വീഴാത്ത ആ ഒരവസ്ഥ, അതാണ് ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജെറമ്യാ 17:7 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിൽ ആശ്രയിക്കുന്നവർക്കുള്ള ഒരു ഗുണം എന്താ? ഒരാറ്റുതീരത്തെ നട്ട വൃക്ഷം പോലെ ആയിരിക്കും. അവർക്ക് ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല, വേനൽക്കാലത്തെ ഭയപ്പെടേണ്ടതില്ല, കാരണം അതിൻ്റെ വേര് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വിശ്വാസം ദൈവത്തിലേക്ക് വേരൂന്നി നിൽക്കുമ്പോൾ നമുക്കൊരു രോഗം വന്നെന്ന് വിചാരിച്ചോ, പരാജയം വന്നെന്ന് വിചാരിച്ചോ നമ്മളവിടെ നിരാശപ്പെടേണ്ട ഒരവസ്ഥ ഉണ്ടാകത്തില്ലെന്ന്. യെശയ്യാ 40:30 നമുക്ക് എല്ലാവർക്കും അറിയത്തില്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നത്, യുവാക്കൾ പോലും ആശയറ്റ് വീണേക്കാം. നമുക്ക് എന്തുമാത്രം സാമർഥ്യം ഉണ്ടെന്ന് പറഞ്ഞാലും, നമുക്ക് എന്തുമാത്രം സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും, ഇതൊക്കെ നമ്മളെ സഹായിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉയർന്നു വരാം. പക്ഷേ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവർ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. കാരണം അവരുടെ പ്രത്യാശ ദൈവത്തിലാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ അവരുടെ ചുറ്റും തളർന്നു വീഴുമ്പോഴും ഇവർക്ക് ആരോഗ്യത്തോടെ, ഉന്മേഷത്തോടെ, പ്രത്യാശയോടെ അവരുടെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റും. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത്, അനുതാപികൾക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. നമ്മൾ പാപം ചെയ്ത് അതിൻ്റെ പേരിൽ തകർച്ചയും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോഴും അനുദപിക്കാൻ മനസ്സില്ലെങ്കിലോ, അനുദപിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിലോ അവർക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ടാവണമെന്നില്ല. അനുതാപികൾക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. പ്രഭാഷകൻ 17:24 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, പശ്ചാത്തപിക്കുന്ന പാപികൾക്ക് തിരിച്ചു വരാൻ കർത്താവ് അവസരം നൽകും. പശ്ചാത്തപിക്കണം, അനുദപിക്കണം. യെശയ്യാ 1:15 മുതൽ വായിക്കുമ്പോൾ
വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിന്റെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും ഞാനവ മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കാം, രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കാം. അനുസരിക്കാൻ നീ തയ്യാറാണോ? അനുദപിക്കാൻ നീ തയ്യാറാണോ? നീ ഐശ്വര്യം ആസ്വദിക്കും. അതുകൊണ്ട് അനുതാപികൾക്ക് ആ ഒരു ഐശ്വര്യം പ്രാപിക്കാൻ പറ്റും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കാൻ. വീണ്ടും നമ്മൾ കാണുകയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം എടുക്കുമ്പോൾ സാധാരണ കരുണ അർഹിക്കാത്ത ഒരു പാപം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വിഗ്രഹാരാധന, 1-ാം കൽപ്പനയുടെ ലംഘനത്തെ. കരുണ അർഹിക്കാത്ത ഒരു പാപം ഇവിടെ നമ്മൾ കാണുകയാണ്. ന്യായാധിപന്മാർ 10-15 വായിക്കുമ്പോൾ അങ്ങനെ ഒരു പാപം ചെയ്തെങ്കിൽ പോലും നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നീ എന്ത് ചെയ്യണം? ദൈവത്തോട് പറയുക, കർത്താവേ, കരുണ അർഹിക്കാത്തൊരു പാപമാണ് ഞാൻ ചെയ്തത്, എങ്കിലും ഈ ഒരു പ്രാവശ്യം കൂടി എന്നോട് ക്ഷമിക്കണം, ഈ ഒരു പ്രാവശ്യം കൂടി എനിക്ക് മാപ്പ് തരണം. അങ്ങനെയെങ്കിൽ എന്നോട് കരുണ കാണിച്ചാൽ ഒരിക്കലും ഞാൻ ആ പാപത്തിലേക്ക് പോകത്തില്ല. അങ്ങനെ ഒരു കാര്യം ഏറ്റുപറയാൻ ആഴമായ മാനസാന്തരത്തിലൂടെ കർത്താവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞാൽ ഈ പാപം പോലും ക്ഷമിക്കപ്പെടും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജെറമ്യായുടെ പുസ്തകം 3-ാം അധ്യായം 12-22 ഒക്കെ വായിക്കുമ്പോൾ അവിശ്വസ്തേ തിരിച്ചു വരിക, പാപത്തിൽ വീണുപോയവരെ ഒന്ന് എഴുന്നേറ്റ് എൻ്റെ പക്കലേക്ക് തിരിച്ചു വരിക, ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാം, ഞാൻ നിങ്ങളോട് നിത്യമായി കോപിക്കില്ല എന്നെല്ലാം ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അനുതാപികൾക്ക് രക്ഷ വാഗ്ദാനം ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട വചനഭാഗങ്ങളുണ്ട്. സെഫാനിയയുടെ പുസ്തകം 3-ാം അധ്യായം 9 മുതൽ വായിക്കുമ്പോൾ രക്ഷയുടെ വാഗ്ദാനം അതാണ് നമ്മളവിടെ കാണുക. 12-ാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ നിന്റെ മധ്യേ വിനയവും എളിമയുമുള്ള ഒരു ജനതയെ അവശേഷിപ്പിക്കും, അവർ കർത്താവിൻ്റെ നാമത്തിൽ അഭയം പ്രാപിക്കും. ശുഭമായൊരു ഭാവി ഉള്ള ഒരു ജനതയെക്കുറിച്ച് ഇവിടെ ഒരു സൂചന തന്നിരിക്കുന്നത് കാണാൻ പറ്റും. അവർ തിന്മ ചെയ്യില്ല, വ്യാജം പറയത്തില്ല, അവരുടെ വായിൽ വഞ്ചന നിറഞ്ഞ നാവ് ഉണ്ടാകില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ദൈവം ആ ജനതയെ ഉയർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും പറയാണ്, അവർ സുഖമായിട്ട് മേയും, അവർ വിശ്രമം ആസ്വദിക്കും, അവർ ആനന്ദഗീതം ആലപിക്കും, ആർപ്പ് വിളിക്കും. നിന്റെ ശത്രുക്കളെ ദൈവം ചിതറിക്കും, നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടി വരില്ല, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിജയം നൽകും. ഇതെല്ലാം ശുഭമായൊരു ഭാവി ദൈവം വാഗ്ദാനം ചെയ്യുന്നതല്ലേ? ആർക്കാണ്? അനുതാപികൾക്ക്. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയുകയും നമുക്ക് അനുതാപത്തോടെ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.